ഇടുക്കി കോഴിമലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2 വീടുകളുടെ തൊട്ടടുത്ത് വരെ ആനയെത്തി. കാട്ടാന ആക്രമണം തടയാൻ വനം വകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. രണ്ട് മാസം കൂടെ നിന്നാൽ ഈ വാഴയ്ക്ക് നല്ല വിലയിക്കും. വേനൽക്കാലവും കൂടി ആയില്ലേ. പിന്നെ 300 അതിമേലെ കിട്ടും. ഇതുപോലെ 6 കൊല കിടക്കുന്നു ഇതുപോലത്തെ തന്നെ. ഇടുക്കി കാഞ്ചിയാർ കോഴിമല, തേക്കനാൽ മണി, ഒറ്റപ്ലാക്കൽ മുരളി, തേക്കനാൽ സരസമ്മ, ഒറ്റക്കല്ലിങ്കൽ ജോയി, കപ്പാട് റസാക്ക് എന്നിവരുടെ സ്ഥലങ്ങളിലാണ് ആന കൃഷി നശിപ്പിച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സരസമ്മയുടെ വീടിന് തൊട്ടടുത്ത് ആനയെത്തി. റസാക്കിന്റെ വീട്ടുമുറ്റത്ത് വരെയും ആന വന്നു. ഇവിടെ താമസിക്കുന്ന ജോലിക്കാരൻ മഹേഷ് പുറത്തു പോയ ശേഷം തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മുറ്റത്ത് ആന നിൽക്കുന്നത് കണ്ടത്. മഹേഷിനെ കണ്ടതോടെ ആന പിന്തിരിയുകയായിരുന്നു. ശക്തമായ കാറ്റായിരുന്നതിനാൽ കാട്ടാന കൃഷി നശിപ്പിച്ച വിവരം രാവിലെയാണ് മറ്റുള്ളവരറിഞ്ഞത്. വീട്ടിലൊരു മനുഷ്യനില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ഇതുപോലുള്ള ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അല്ലെ അതോ എൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചേച്ചിയുടെ വീടിൻ്റെ മുറ്റം വഴിയാണ് പോയത്. അവിടെ ഒരു മനുഷ്യനും താമസമുള്ള ചേച്ചി മാത്രമേ ഉള്ളൂ. ആന വന്ന് വീട് തള്ളി ആൾ മരിച്ചാൽ ആർക്ക് നഷ്ടം? ഞങ്ങൾക്കല്ലേ ഉള്ളൂ നഷ്ടം. ഈ മരിച്ചു പോകുന്ന ആൾക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും അല്ലേ ഉള്ളൂ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. വാഴ, ഏലം, കമുക തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. തേക്കനാൽപ്പടി, ഇല്ലിക്കൽമേട് എന്നിവിടങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ വർഷവും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും നടപടികൾ ഇഴയുകയാണ്. 2.5 കിലോമീറ്റർ ആധുനിക ഫെൻസിംഗ് സ്ഥാപിക്കാൻ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കൊല്ലം ചടയമംഗലത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. നാഗർകോവിൽ സ്വദേശികളായ ശരവൺ, ഷൺമുഖൻ ആചാരി എന്നിവരാണ് മരിച്ചത്. 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30 അപകടമുണ്ടായത്. കുരിയോട് നെട്ടേത്തറ ഗുരുദേവ മന്ദിരത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്.